സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ ബാലൻസ് പോർഷൻസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ? എന്നാൽ ഇന്ന് നമ്മളിനി പ്രോബ്ലത്തിലോട്ടാണ് കിടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഒരു ഓർഗനൈസേഷൻ സിംഗിൾ എൻട്രി സിസ്റ്റമാണ് ഫ്ലോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷനിൽ നമ്മൾ എങ്ങനെയാണ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. സോ അങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടി രണ്ട് മെത്തേഡ്സാണ് പൊതുവേ സ്ഥാപനങ്ങൾ യൂസ് ചെയ്തിട്ട് വരുന്നത്. അതിൽ വരുന്ന ഫസ്റ്റ് വണ്ണാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിനെ നെറ്റ് വർത്ത് മെത്തേഡ് എന്നും ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. ആൻഡ് ആൾസോ കൺവേർഷൻ മെത്തേഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഓർഗനൈസേഷൻ ദറ്റ് മീൻസ് സിംഗിൾ എൻട്രി സിസ്റ്റമാണ് ആ ഓർഗനൈസേഷൻ ഫ്ലോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷനിൽ നമുക്ക് ബാലൻസ് ഷീറ്റോ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. സോ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ ദറ്റ് മീൻസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് അല്ലെങ്കിൽ നെറ്റ് വർത്ത് മെത്തേഡ് അല്ലെങ്കിൽ എന്താ നമ്മൾ പറഞ്ഞേ, ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ്. ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡാണ്. നമ്മൾ ഫസ്റ്റായിട്ട് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു ഫോമാറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിലൂടെ കാൽക്കുലേഷൻസ് നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽസ് തമ്മിലുള്ള, അതായത് ആ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓർഗനൈസേഷൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള പ്രോഫിറ്റിനെ നമ്മൾ ഓപ്പണിംഗ് പ്രോഫിറ്റ് എന്നും ആൻഡ് ആൾസോ ആ ഓർഗനൈസേഷൻ്റെ എൻഡിൽ ദറ്റ് മീൻസ് ആ ഫൈനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ ഓർഗനൈസേഷനിലുള്ള ക്യാപിറ്റലിനെ നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത് അല്ലേ? സോ ഇതിൽ ഈ രണ്ട് ക്യാപിറ്റൽ വെച്ചിട്ട് അതിൻ്റെ കമ്പാരിസൺ ആണ് ഇവിടെ ആക്ച്വലി നടക്കുന്നത്. ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് എന്നുള്ള നെയിമിലൂടെ നമ്മൾ ആക്ച്വലി ഇതിനെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഈ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് അല്ലെങ്കിൽ നെറ്റ് വർത്ത് മെത്തേഡ് എന്നൊക്കെ പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഓപ്പണിംഗ് ക്യാപിറ്റൽ ആൻഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ. ക്ലോസിംഗ് ക്യാപിറ്റലും ഓപ്പണിംഗ് ക്യാപിറ്റലും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അല്ലേ? അതായത് ക്ലോസിംഗ് ക്യാപിറ്റലിന് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, പ്രോഫിറ്റ് ഉണ്ടെന്നും ആൻഡ് ആൾസോ നമുക്ക് കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്താ, അവിടെ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആവുമോ? അല്ല, ലോസ് ആയിരിക്കും എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിറ്റർമിൻ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു പെർഫോമ ദറ്റ് മീൻസ് ഒരു ഫോമാറ്റ് ഉണ്ട്. അതിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ക്ലോസിംഗ് ക്യാപിറ്റൽ മൈനസ് ഓപ്പണിംഗ് ക്യാപിറ്റലാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിലൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്നും എന്തെങ്കിലും ഡ്രോയിങ്സ് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. അപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്യുക ആൻഡ് എന്ത് മൈനസ് ചെയ്യണം, അഡീഷണൽ ക്യാപിറ്റൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അഡീഷണൽ ക്യാപിറ്റലിനെ നമ്മൾ മൈനസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അഡ്ജസ്റ്റഡ് ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ എന്തോടെ മൈനസ് ചെയ്യണം, ഓപ്പണിംഗ് ക്യാപിറ്റലിലൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് ആ ഓർഗനൈസേഷനിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് മനസ്സിലാവുക. അപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. നമുക്ക് ക്വസ്റ്റ്യനിൽ ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്നും ഓപ്പണിംഗ് ക്യാപിറ്റലിൽ നിന്നും മാത്രമാണ് നൽകിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് നേരെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഓപ്പണിംഗ് ക്യാപിറ്റൽ മൈനസ് ചെയ്താൽ മതി. അപ്പം നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷനിൽ നിന്നും ഓണേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ മാനേജേഴ്സ് അവരുടെ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഫണ്ട് അതിൽ നിന്നും അവർ വിഡ്രോ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതിൽ നിന്നും അവർ പിൻവലിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ, ക്ലോസിംഗ് ക്യാപിറ്റലിന് അവരങ്ങനെ എന്തെങ്കിലും ഒരു ഫണ്ട് പിൻവലിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നമ്മളിവിടെ ആഡ് ചെയ്യണം. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷനിൽ നിന്നും അവരുടെ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഓണേഴ്സ് എന്തെങ്കിലും ഫണ്ട് വിഡ്രോ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയാം. അഡീഷണൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ആ ഒരു ഓർഗനൈസേഷനിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഫണ്ട് അവിടെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് അവരവിടെ കളക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, അഡീഷണൽ ക്യാപിറ്റൽ എന്ന് പറയാം. അപ്പോൾ ഇത്ര മനസ്സിലാക്കുക. ക്ലോസിംഗ് ക്യാപിറ്റലും ഓപ്പണിംഗ് ക്യാപിറ്റലും ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്, ഒന്നും ആലോചിക്കേണ്ട. ക്ലോസിംഗ് ക്യാപിറ്റലിന് ഓപ്പണിംഗ് ക്യാപിറ്റൽ മൈനസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി അതല്ല, നമുക്ക് ഡ്രോയിങ്സും അഡീഷണൽ ക്യാപിറ്റലൊക്കെ നൽകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്യുക, CD
CD കേട്ടോ. ഡ്രോയിങ്സ് ആഡ് ചെയ്യുക ആൻഡ് അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ കിട്ടും. ഈ അഡ്ജസ്റ്റഡ് ക്യാപിറ്റലിൽ നിന്നും നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? ഓപ്പണിംഗ് ക്യാപിറ്റൽ മൈനസ് ചെയ്യുക. അങ്ങനെ ഓപ്പണിംഗ് ക്യാപിറ്റൽ മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഫിഗറിനെയാണ് ആ ഒരു ഓർഗനൈസേഷനിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് പറയുന്നത്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ആണെങ്കിൽ അത് എന്താണ്? പ്രോഫിറ്റ് ആണ്. നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? അത് ലോസും ആയിരിക്കും. അപ്പോൾ ഇനി ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യനാണ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ദ ഫ്ലോയിങ്. താഴെ നൽകിയിട്ടുള്ളതിൽ നിന്ന് നമ്മൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് എന്ത് ചെയ്യണം? ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ള ഫിഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഉണ്ട്, എത്രയാണ്? 50,000 ആണ്. ക്ലോസിംഗ് ക്യാപിറ്റൽ ഉണ്ട്, 80,000 ആണ്. കറണ്ട് ഇയർ ഡ്രോയിങ്സ് ഉണ്ട്, 6,000 ആണ്. അഡീഷൻ ടു ക്യാപിറ്റൽ ഡ്യൂറിങ് ദ ഇയർ 10,000 ആണ്. ദറ്റ് മീൻസ് അഡീഷണൽ ക്യാപിറ്റൽ ആണ് ഇതെന്ന് പറയുന്നത് അല്ലേ. അഡീഷണൽ ക്യാപിറ്റലും നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ നൽകിയിട്ടുണ്ട്? ക്ലോസിംഗ് ക്യാപിറ്റൽ, ഓപ്പണിംഗ് ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, അഡീഷണൽ ക്യാപിറ്റൽ ഒക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാം അതിൻ്റെ ഫോമാറ്റ് എങ്ങനെയാണ്. ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ ഡ്രോയിങ്സിന് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്തിട്ട് അതിൽ നിന്നും നമ്മൾ അഡീഷണൽ ക്യാപിറ്റൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കൂടി എന്ത് ചെയ്യണം? അതിനെ ലെസ് ചെയ്യണം. അങ്ങനെ ലെസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ക്യാപിറ്റലാണ് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ. ഈ അഡ്ജസ്റ്റഡ് ക്യാപിറ്റലിൽ നിന്നും നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കൂടി ലെസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു ഓർഗനൈസേഷനിൽ പ്രോഫിറ്റ് ആണോ അതോ ലോസ് ആണോ എന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയാണ് നമുക്കറിയാം. ക്വസ്റ്റ്യനിൽ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 80,000 ആണ്. ക്ലോസിംഗ് ക്യാപിറ്റൽ കൊടുത്തു. അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ഡ്രോയിങ്സ് ആഡ് ചെയ്യണം. ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 6,000 ആണ്. അപ്പോൾ 80,000 + 6,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 86,000 എന്ന് കിട്ടും അല്ലേ. 86,000 എന്ന് നമുക്ക് കിട്ടും. ഈ 86,000ൻ്റെ കൂടെ അഡീഷണൽ ക്യാപിറ്റൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിനെ ലെസ് ചെയ്യണം. അഡീഷണൽ ക്യാപിറ്റൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് 10,000 ആണ്. ഈ 10,000 ലെസ് ചെയ്യുന്ന സമയത്ത് ദറ്റ് മീൻസ് 86,000ൽ നിന്നും 10,000 ലെസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 76,000 എന്ന് കിട്ടും. ഈ 76,000ൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? ഇതാണ് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ അഡ്ജസ്റ്റഡ് ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ എന്തുകൂടെ ലെസ് ചെയ്യണം? ഓപ്പണിംഗ് ക്യാപിറ്റലിലൂടെ ലെസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുക. അങ്ങനെ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റലായിട്ടുള്ള 50,000 കൂടെ ലെസ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് എന്ത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ 76,000 - 50,000 ചെയ്യുന്ന സമയത്ത് നമുക്ക് 26,000 എന്ന് കിട്ടും. 26,000 എന്താ? ഒരു പോസിറ്റീവ് ഫിഗർ തന്നെയാണ് അല്ലേ. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഓർഗനൈസേഷനിൽ എന്താ കിട്ടിയിട്ടുള്ളത്? പ്രോഫിറ്റ് ആണെന്ന് പറയാൻ പറ്റും. ഇനി അതർവൈസ് ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ള ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു 90,000 ആണെന്ന് കരുതുക. 90,000 ആണ് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എത്രയാണ് കിട്ടുക? 26,000 എന്ന് കിട്ടും. ഈ 26,000 നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് 26,000 അല്ലേ കിട്ടുക. ദാറ്റ് മീൻസ് 76,000 - 90,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ -26,000 എന്നല്ലേ നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മളവിടെ എന്താ പറയുക? അവിടെ ലോസാണ് അല്ലേ. 76,000ൽ നിന്നും 90,000 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉള്ളത് എത്രയാണ്? -26,000 അല്ലേ. സോ അത് കാരണം തന്നെ നമുക്ക് എന്ത് പറയാം? അവിടെ ലോസ് ആണെന്ന് പറയാം അല്ലേ. അതായത് ഓപ്പണിംഗ് ക്യാപിറ്റൽ 90,000 ആണ് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ടായിരുന്നത് എങ്കിലുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം മനസ്സിലായി എന്ന് കരുതാണ്. നമ്മുടെ ഫോർമാറ്റ് ഉണ്ടല്ലോ, ഈ ഫോർമാറ്റ് നിങ്ങൾ പഠിച്ച് വെച്ചാൽ മതി. ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്യുന്നു. അഡീഷണൽ ക്യാപിറ്റൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ലെസ് ചെയ്യുക. ആൻഡ് അതിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഇവിടെ പ്രോഫിറ്റ് കിട്ടും. ഇപ്പോൾ നേരെ മറിച്ച് നമുക്കിവിടെ അഡീഷണൽ ക്യാപിറ്റലും ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് അഡീഷണൽ ക്യാപിറ്റലും നൽകിയിട്ടില്ല, ഡ്രോയിങ്സും നൽകിയിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അഡീഷണൽ ക്യാപിറ്റൽ നമുക്കിവിടെ നൽകിയിട്ടില്ല, ഡ്രോയിങ്സും നൽകിയിട്ടില്ല, പകരം ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും മാത്രമാണ് നൽകിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പ്രോഫിറ്റ് അവിടെ ഡിറ്റർമിൻ ചെയ്യുക? ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്നും നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. ഇവിടെ ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയാണ് വരുന്നത്? 80,000 അല്ലേ വരിക. അതിൽ നിന്നും ഓപ്പണിംഗ് ക്യാപിറ്റലായിട്ടുള്ള
50,000 എന്ത് ചെയ്യുക, നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക, 30,000 എന്ന് വരും. അപ്പോൾ ഈ 30,000 എന്താണ്, പ്രോഫിറ്റാണ് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അതായത് ഇവിടെ ഡ്രോയിങ്സോ അഡീഷണൽ ക്യാപിറ്റലോ നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, ഇങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ദറ്റ് മീൻസ് ക്ലോസിങ് ക്യാപിറ്റലിൽ നിന്നും ഓപ്പണിംഗ് ക്യാപിറ്റൽ മൈനസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മതി കേട്ടോ. ഇനി ഇവിടെ നമുക്ക് ഡ്രോയിങ്സും അഡീഷണൽ ക്യാപിറ്റലും നൽകിയിട്ടുള്ളത് കാരണമാണ് നമുക്കിവിടെ ഇത്രത്തോളം അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിംഗ് ക്യാപിറ്റലിനും ക്ലോസിംഗ് ക്യാപിറ്റലിനും പുറമെ ഡ്രോയിങ്സും അഡീഷണൽ ക്യാപിറ്റലും വന്നാൽ നമ്മൾ എങ്ങനെയാണ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിച്ചത് അല്ലേ. പക്ഷേ ഇതിനൊക്കെ പുറമെ, അതായത് ഓപ്പണിംഗ് ക്യാപിറ്റലിനും ക്ലോസിംഗ് ക്യാപിറ്റലിനും ഡ്രോയിങ്സിനും അഡീഷണൽ ക്യാപിറ്റലിനും പുറമെ നമുക്ക് എന്തെങ്കിലും എക്സ്പെൻസസോ ഇൻകംസൊക്കെ നൽകിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പ്രോഫിറ്റാണോ ലോസാണോ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അത് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 1 lakh റുപ്പി ഉണ്ടെന്ന് കരുതും. ഓക്കെ, നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ഒരു 1 lakh റുപ്പി ഉണ്ട്. ഈ 1 lakh റുപ്പിയിൽ നമുക്കറിയാം 55,000 നമുക്ക് എക്സ്പെൻസ് ഉണ്ട് എന്ന് നമുക്കറിയാം. ഓക്കെ, നമ്മുടെ കയ്യിൽ എന്തുണ്ട്, 1 lakh റുപ്പി ഉണ്ട്. ആ 1 lakh റുപ്പിയിൽ നമുക്കൊരു 55,000 എന്തുണ്ട്, എക്സ്പെൻസ് വരാനുണ്ട് നമുക്കറിയാം. മാത്രമല്ല ഈ 55,000 എക്സ്പെൻസ് വന്നാലും നമുക്കറിയാം ഒരു 30,000 നമുക്ക് ഇൻകമായിട്ട് കിട്ടാനുണ്ട് എന്നുള്ളതും നമുക്കറിയാം. ഓക്കെ, 1 lakh നമ്മുടെ കയ്യിലുണ്ട്, 55,000 നമുക്ക് എക്സ്പെൻസും ഉണ്ട്, 30,000 നമുക്ക് ഇൻകംസും ഉണ്ട്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടെന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ 1 lakhൽ നിന്നും നമുക്ക് എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ട് അതൊക്കെയാണ് മൈനസ് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞ 1 lakhൽ നിന്നും നമ്മൾ 55,000 അല്ലേ എക്സ്പെൻസ് പറഞ്ഞേ, അത് മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണ് കിട്ടുക, 45,000 എന്ന് കിട്ടും അല്ലേ. ഈ 45,000ൻ്റെ കൂടെ നമുക്ക് കിട്ടാനുള്ള ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് കിട്ടാനുള്ള വരവ് അല്ലേ, അത് 30,000 ആണ്. അത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണ് കിട്ടുക, 75,000 ആണ് നമ്മുടെ പ്രോഫിറ്റ്. നമുക്ക് മനസ്സിലായോ? അതുപോലെ തന്നെയാണ് ആക്ച്വലി ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു അല്ലേ. എങ്ങനെയാണ് ചെയ്ത് വെച്ചത്, ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്നും ഡ്രോയിങ്സ് ആഡ് ചെയ്യുകയും അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്യുകയും ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്യുകയും ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണെന്നറിയോ, പ്രോഫിറ്റാണ് അല്ലേ. പ്രോഫിറ്റാണോ ലോസാണോ നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടിയിട്ടുള്ള പ്രോഫിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രോസ് പ്രോഫിറ്റ്. ഓക്കെ, ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് കിട്ടാനുള്ള, നമ്മൾ കൊടുക്കാനുള്ള എല്ലാ എക്സ്പെൻസസിനെയും നമ്മൾ ലെസ് ചെയ്യുകയും നമുക്ക് കിട്ടാനുള്ള എല്ലാ ഇൻകംസിനെയും നമ്മൾ ആഡ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ എക്സ്പെൻസ് വരാം, എന്തൊക്കെ ഇൻകംസ് വരാം എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇന്നിപ്പോൾ 2 പ്രോബ്ലംസൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം.